City Talks with RJ Matai. വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സിറ്റി ടോക്സിലെ വിശേഷങ്ങൾ തുടരുമ്പോൾ ഈ മക്കള് രണ്ടുപേരും കലാകാരന്മാരാണ് അല്ലേ? രണ്ടുപേരും. അവരുടെ പേരെന്ന് പറയാമോ? അതെ, ബ്രെന്നി ബാബു, ബ്രൗൺ ബാബു. വളരെ വ്യത്യസ്തമായ പേരാ, ബ്രെന്നി ആൻഡ് ബ്രൗൺ അല്ലേ? പിന്നെ എന്നെ ട്രൂപ്പിൻ്റെ എന്ന് പറയുമ്പോൾ എസ് എൽ പുരം സൂര്യസ്വാമിയുടെ ഇതില്ലേ നമ്മുടെ കാട്ടുകുതിര രണ്ടാമതെടുത്തല്ലോ. രാജനുള്ളപ്പോഴല്ല, രാജനുള്ളപ്പം വിളിച്ചിട്ടുണ്ട്, പോയിട്ടില്ല. അത് കഴിഞ്ഞ് രണ്ടാമതെടുത്തപ്പോൾ ഉള്ള കുറത്തിക്കല്യാണ് ഞാനാ. അത് പടം വന്നപ്പം സാറിനൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നെ ആ വേഷം എടുപ്പിക്കണം. അതായത് ഇപ്പൊ KPCL ചെയ്തുകൊണ്ടിരുന്ന ചുണ്ണാമ്പ് വെച്ചോടക്കാരി തന്നെ. അതെ, അതിലാണ് സൂര്യസ്വാമി മൊത്തം എനിക്ക് കോമഡിയാണ് തന്നത്. 3 വർഷം അഭിനയിച്ചവിടെ പുറമ്പോക്കിലെ പൊന്നെ. ഈ വാമഭാഗം ഭർത്താവ് ഈ കലയുമായി ബന്ധമുള്ള ആളാണോ അതോ കല ആസ്വാദകനാണോ? കല ആസ്വാദകം മാത്രമല്ല, കലയോട് പുള്ളി ബാലനടനായിട്ടൊക്കെ നല്ല നല്ല പ്രൈസൊക്കെ മേടിച്ചതാ. കലയോട് നല്ല അദ്ദേഹം KSRTCയിലാണല്ലേ? KSRTCന് പെൻഷനായി. അപ്പം പുള്ളിക്ക് നല്ല കലയോട് നല്ല ഇൻട്രസ്റ്റ്. പിന്നെ മക്കൾ കൊച്ചു പ്രായത്തിലെ ഇൻസ്ട്രുമെന്റ്സ് പഠിപ്പിച്ച് 10 വയസ്സിന് താഴെയായിട്ട് ഇരുത്തി. ഇപ്പോഴും ഇപ്പൊ ചില കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ലീലാം ചേച്ചിക്ക് ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു സ്റ്റേജ് കിട്ടിയാൽ പോകണമെന്നുള്ള കണക്കൂട്ടലാണോ? ആഗ്രഹം മനസ്സിലുണ്ട്, പക്ഷേ വർഷം മറന്നു പോകും. ഓർമ്മക്കുറവിന്റെ ഒരു വിഷയങ്ങൾ കാണാതെ പഠിക്കാൻ ഒരു രക്ഷയില്ല. ഇപ്പം ആകാശവാണി വിളിച്ചു, അവിടെ 75 വർഷം ആഘോഷിക്കുകയാണ്, പ്രോഗ്രാമിന് വിളിച്ചു. പക്ഷേ അത്രയും ദൂരം പോകാൻ ഈ മുട്ടുവേദന സമ്മതിച്ചില്ല, അതുകൊണ്ട് പോയില്ല. ഇപ്പോഴും ഈ പ്രതിസന്ധികൾക്കിടയിലും അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇന്നും ഒരു സ്റ്റേജ് കിട്ടിയാൽ കയറി അഭിനയിക്കണമെന്നുള്ള വലിയ ത്വരയാണ് ഈ കലാകാരിക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ എത്ര പേർക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് ഒരിക്കൽ പോലും അറിയില്ല. എന്തായാലും സിറ്റി ടോക്സിന്റെ ഈ ടേബിളിൽ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പങ്കുവച്ച ചേച്ചിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഈ ടേബിളിൽ പുതിയൊരു അതിഥിയുമായി കണ്ടുമുട്ടാം. വിത്ത് മീ RJ മത്തായി, 90.8 റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം, പറയാം, ഇമ്പമോടെ കേൾക്കാം.